കൂട്ടുകാർക്കും അൺബോക്സിംഗ് റാപ്പി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് വാച്ചാണ്. T55 എന്നാണ് ഈ വാച്ചിൻ്റെ പേര്. ഇതിൻ്റെ വിശേഷങ്ങളും അൺബോക്സിങ്ങുമാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അൺബോക്സിങ്ങിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള അൺബോക്സിങ്ങും റിവ്യൂസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഈ വാച്ചിൻ്റെ ബോക്സ്. ഇവിടെ ഫിറ്റ് പ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഈ വാച്ച് കണക്ട് ചെയ്യേണ്ട ആപ്പിൻ്റെ പേരാണ്. പിന്നെ വാച്ച് T55 എന്നും എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ബോക്സ് ഇവിടെയായി മാഗ്നറ്റ് വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്കും തോന്നിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ വാച്ച് അൺബോക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ വാച്ചിൽ സ്ട്രാപ്സ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്ന് നോക്കാം. എപ്പോഴും ഈ രണ്ട് സ്ട്രാപ്പിലും നേരിയ കുഴിഞ്ഞൊരു ഭാഗമുണ്ടാവും. അത് അടിഭാഗത്തായിട്ടാണ് വരേണ്ടത്. പിന്നെ ഈ സ്ക്രോൾ വരുന്ന ഭാഗം, അതായത് ഈ വാച്ചിൻ്റെ മുകൾ ഭാഗത്തായിരിക്കണം ഈ ലോക്ക് വരുന്നത്. ഇത് ശരിക്കും നല്ല ടൈറ്റിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്നൊന്നും ഊരി പോവുകയില്ല. കുറേ ഡോട്ട്സ് ഉള്ള ഭാഗം അടിയിലും വേണം വരാൻ. ഇപ്പോൾ നമ്മൾ സ്ട്രാപ്പ് വാച്ചിൽ പിടിപ്പിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് വാച്ച് ഒന്ന് ഓണാക്കി നോക്കാം. എപ്പോഴും ഈ വാച്ച് ഓണാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് 2 മണിക്കൂർ നേരം ചാർജ് ചെയ്യേണ്ടതാണ്. ഇതാണ് ഇതിൻ്റെ ചാർജർ. ഈ ചാർജർ നമുക്ക് നമ്മുടെ സാധാ ഫോണുകൾ കണക്ട് ചെയ്യുന്ന അഡാപ്റ്ററിൽ തന്നെ കണക്ട് ചെയ്യാവുന്നതുമാണ്. ഈ 2 പിൻ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. വയർലെസ് മാഗ്നറ്റിക് ചാർജറാണത്. ഇനി നമുക്ക് ഇതിൻ്റെ ചാർജ് കയറുന്ന രീതി ഒന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ ഈ വാച്ച് ചാർജിങ്ങിന് വെച്ചിട്ട് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഒരു വൈബ്രേഷൻ വന്ന് വാച്ച് ചാർജ് കയറുന്നതായിരിക്കും. ഇങ്ങനെ 2 മണിക്കൂർ നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാച്ച് ഓൺ ആക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വാച്ച് ഒന്ന് ഓൺ ആക്കി നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ വാച്ചിൻ്റെ സൈഡുകളും ഇതൊക്കെ ഒന്ന് നോക്കാം. ഇവിടെയായി ഒരു സ്ക്രോൾ വരുന്നുണ്ട്. പക്ഷേ അത് വർക്കിംഗ് അല്ല. അത് ഓൺ ഓഫ് ബട്ടൺ മാത്രമാണ്. ഓൺ ഓഫിന് അത് വർക്കാവും, ബട്ട് സ്ക്രോളിങ്ങിന് അത് ഇല്ല. അടുത്തതായി ഒരു മൈക്ക്, പിന്നെ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഈ സൈഡിലായി ഡുവൽ സ്പീക്കർ പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് നോക്കിയാൽ ഇവിടെ മാത്രമാണ് സ്പീക്കർ. വളരെ കുറവ് സൗണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് വരുന്നത്. നമ്മൾ കുറച്ചും കൂടി ഈ വാച്ച് ചെവിക്ക് അടുത്ത് പിടിക്കണം, ഈ കോളിങ്ങിനും വാച്ചിൽ നിന്ന് വരുന്ന സൗണ്ടും ഒക്കെ കേൾക്കാൻ വേണ്ടി. ഓണാക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ ബാക്കിലായി
സീരീസ് 6 44mm അലൂമിനിയം ആൻഡ് സെറാമിക് കേസ് എന്നും ECG ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലൂടൂത്ത് വാച്ച് എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 പിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സെൻസറും വരുന്നുണ്ട്. ഇത് പെട്ടെന്നൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് ആപ്പിൾ വാച്ചിൻ്റെ ലുക്ക് തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഈ സ്ക്രോൾ ബട്ടൺ 3 സെക്കൻഡ്സ് പ്രസ് ചെയ്ത് വെച്ചാൽ വാച്ച് തന്നെ ഓൺ ആയിക്കോളും. സ്മാർട്ട് വാച്ച് എന്ന് എഴുതി കാണിക്കും ഓൺ ആകുമ്പോൾ. അത് കഴിഞ്ഞാൽ നേരിട്ട് ഡിസ്പ്ലേയിലേക്കാണ് പോകുന്നത്. 6 തരത്തിലുള്ള വാച്ച് ഫേസസ് ആണ് വാച്ചിൽ ഇൻബിൽഡായി വരുന്നത്. നമുക്ക് ഇതിൽ ഒരെണ്ണം മാത്രമേ മാറ്റി നമ്മുടെ ഇഷ്ടത്തിന് വെക്കാൻ പറ്റുകയുള്ളൂ. അതേസമയം നമുക്ക് നമ്മുടെ ഫോട്ടോസും നമുക്ക് ഇഷ്ടപ്പെട്ട വാൾപേപ്പേഴ്സും ഒക്കെ ഇതിൽ വെക്കാവുന്നതാണ്. ഇതൊക്കെ സെയിം ആപ്പിൾ വാച്ചിൽ വരുന്ന അതേ വാച്ച് ഫേസസ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വാച്ച് ഫേസ് ഞാൻ വെച്ചതാണ്. ഇതാവുമ്പോൾ കറക്റ്റ് ആപ്പിൾ വാച്ചിൻ്റെ ലുക്ക് തന്നെ നമുക്ക് കിട്ടും. പിന്നെ 3 തരത്തിലുള്ള മെനു സ്റ്റൈൽസ് ആണ് ഇതിൽ വരുന്നത്. ഇത് സെയിം ആപ്പിൾ വാച്ചിൻ്റെ അതേപോലത്തെ തന്നെയുള്ള നല്ല സ്മൂത്ത്നെസ് ഒക്കെ ടച്ചിൽ വർക്കാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് ക്ലൈമറ്റ്, ഇത് ഫോൺ, പിന്നെ ഇത് ക്യാമറ ഈ വാച്ചിലില്ല. പക്ഷെ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താൽ നമ്മളിപ്പോൾ ഈ ഫോണിൽ സെൽഫി ഒക്കെ എടുക്കുമ്പോൾ ഈ വാച്ച് വഴി നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഈ സ്റ്റാർട്ട് എന്ന് ഞെക്കിയാൽ നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായി ഫോട്ടോസ് എടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തതായി ഈ വാച്ച് കണക്ട് ചെയ്യുന്ന ആപ്പ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഈ വാച്ച് കണക്ട് ചെയ്യേണ്ട ആപ്പ്. ഇപ്പോൾ ഈ വാച്ച് കണക്റ്റഡ് ആണ്. ഈ വാച്ചിൽ നമുക്ക് വാച്ച് ഫേസസ് ആഡ് ചെയ്യുന്നത് ഈ ആപ്പ് വഴിയാണ്. ഇതിൽ ഇപ്പോൾ നമ്മൾ വാച്ച് എങ്ങാനും പെട്ടെന്ന് എവിടെയെങ്കിലും വെച്ച് മറന്നുപോയാൽ അത് ഫൈൻ ചെയ്യാൻ വേണ്ടി ഇതിൽ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വാച്ച് നല്ലപോലെ വൈബ്രേറ്റ് ആവുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് ഈ വാച്ചിൽ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ടൈം നോക്കാൻ വേണ്ടി വാച്ച് ഇങ്ങനെ സ്വിച്ച് ഓൺ ആക്കണമെന്നില്ല. വാച്ച് ഒന്ന് ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ ടൈം കാണുന്ന ഫെസിലിറ്റിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാച്ച് ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഇനി അലാംസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി റിമൈൻഡർ, അതുപോലെയുള്ള കുറേയധികം സെറ്റിങ്സ് ഈ വാച്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ മെസ്സേജുകൾ പല ആപ്പുകളിൽ നിന്നും ഇതിലേക്ക് ഓണാക്കി ഇടാവുന്നതാണ്. അപ്പോൾ മെസ്സേജ് വരുമ്പോൾ ഈ വാച്ചിൽ അത് വരികയും പിന്നെ ഇവിടെയായി വാട്സപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക് എന്ന ലോഗോസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വാട്സപ്പിൽ നിന്നും ഒരു മെസ്സേജും വന്നിട്ടില്ല. അത് കാരണം ഈ വാച്ച് ഇതുപോലെ എഴുതി കാണിക്കും. ഇപ്പോൾ വല്ല മെസ്സേജസ് ഉണ്ടെങ്കിൽ അത് അവിടെ കാണിക്കും. ഇനി അടുത്തതായി നമുക്ക് കോണ്ടാക്ട്സ് ഇതിലൂടെ ആഡ് ചെയ്യാം. ഈ പ്ലസ് ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ കോണ്ടാക്ട്സിൽ പോകും. നമുക്കൊരു 8 കോണ്ടാക്ട്സ് വരെ ഈ വാച്ചിൽ ആഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഈ വാച്ചിൽ ഡിഫോൾട്ടായിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ അധികം ഇത് വാച്ച് ഫേസസ് നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതൊരു 2-3 മിനിറ്റ് ടൈമിലേറെ കുറച്ചധികം എടുക്കും. അതെനിക്കൊരു ഇതായി തോന്നി. അത് കഴിഞ്ഞ് ഈ വാച്ച് റീസെറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹെൽത്ത്, അതുപോലെ വാക്കിംഗ്, റൺ, അതുപോലെയുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഇതിൽ സെറ്റ് ചെയ്യാം. എത്ര നമ്മൾ സ്റ്റെപ്സ് വാക്ക് ചെയ്തു അങ്ങനെയൊക്കെ നമുക്കിതിൽ കാണാവുന്നതാണ്.
ഇത് മെയിനായി ഹെൽത്ത് റിലേറ്റഡ് വാച്ചാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസർ വർക്കിംഗ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഈ വാച്ച് ഇപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്, പക്ഷേ ഇത് ഒറിജിനലല്ല. ഇപ്പോൾ നമ്മൾ ഈ വാച്ച് വെറുതെ ടേബിളിൽ വെച്ചാൽ മതി, അപ്പോഴേക്കും ഇതിൽ ഈ ടേബിളിൻ്റെ വരെ ഹാർട്ട് റേറ്റ് കാണിക്കും. ഇതൊക്കെ ഈ വാച്ചിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ശരിക്കും വർക്കിംഗ് അല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതുപോലെ വർക്കിംഗ് ആവുന്ന ബ്രാൻഡ്സ് കുറവായിരിക്കും. ദേ ഇപ്പോൾ നോക്കൂ, ഇതൊക്കെ ഇതിൽ ഓട്ടോമാറ്റിക്കായി തന്നെ വരുന്നതാണ്. ഈ വാച്ച് 44 mm ആണ്. പക്ഷേ ഇതിൻ്റെ ബെസൽസ് നല്ല വീതിയുള്ളതാണ്. അത് നമ്മൾ ഇതുപോലെ സ്ക്രീൻസൊക്കെ എടുക്കുമ്പോൾ മനസ്സിലാവും. താഴ്ഭാഗത്തെ ബെസൽസൊക്കെ നല്ല വീതിയുള്ളതാണ്. സ്ക്രീൻ സൈസ് കുറച്ച് ചെറുതായി എന്ന് എനിക്ക് തോന്നി. നമുക്കിതിൽ ഇത് കയ്യിൽ കെട്ടി കറക്റ്റ് ഫിറ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കാം. നല്ല ഫിറ്റൊക്കെയാണ്. ഈ വാച്ച് ഫേസ് ഞാൻ ആഡ് ചെയ്തതാണ്. നമുക്ക് ഇതുപോലെ ഒരു ഫേസ് മാത്രമേ ആഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്മളിപ്പോൾ വാച്ച് ഇപ്പോൾ ഓഫായി കഴിഞ്ഞ് നമുക്കിപ്പോൾ ഈ സ്വിച്ച് ഞെക്കാതെ തന്നെ ടൈം കാണാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കും. ഇതുപോലെയൊക്കെ നമുക്ക് വാച്ച് കാണാവുന്നതാണ്. ഇത് നമുക്ക് ഈ വാച്ചിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറ്റി ഒന്ന് സംസാരിക്കാം. വാച്ച് നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ താഴെയൊക്കെ വീണാൽ ഡിസ്പ്ലേ ഒക്കെ പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ സെൻസേഴ്സൊക്കെ അത്ര ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ സ്ക്രോൾ ബട്ടണൊക്കെ നമ്മളൊന്ന് അമർത്തിയൊക്കെ ഒന്ന് ചെയ്താൽ ഇത് പെട്ടെന്ന് പൊട്ടും. ഈ സ്വിച്ചുകൾക്കൊന്നും അധികം ക്വാളിറ്റി ഇല്ല. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് ടെസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ ഈ നിങ്ങൾ കേൾക്കുന്നത് ഈ വാച്ചിൽ നിന്നുള്ള ശബ്ദമാണ്. കോളിങ്ങിനൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം സൗണ്ട് ഉണ്ട്. എങ്കിലും കുറച്ചും കൂടി സൗണ്ട് ആവാമായിരുന്നു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, പക്ഷേ ഇതിൽ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഫോണിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ വാച്ചിൻ്റെ പ്രൈസിംഗ് എന്ന് പറയാം. ഞാൻ ഈ വാച്ച് വാങ്ങിയത് 1499 രൂപയ്ക്കാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഈ വാച്ച് വാങ്ങിയത്. ഈ വാച്ചിൽ 6 തരത്തിലുള്ള സ്പോർട്സ് മോഡ്സാണ് നമുക്ക് വരുന്നത്. അടുത്തതായി നമുക്ക് ഈ വാച്ചിൻ്റെ മെനു സ്റ്റൈൽ മാറ്റുന്നത് നോക്കാം. ഇതുപോലെ ഈ ഒരു സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് 3 മെനു സ്റ്റൈൽസ് ആണ്. സ്മാർട്ട്, അത് നമ്മളിപ്പോൾ കണ്ടു. അത് കഴിഞ്ഞ് ഗ്രിഡ് വ്യൂ, നല്ല സ്മൂത്ത് ടച്ച് തന്നെയാണ് ഇത് വർക്കാവുന്നത്. ഇനി നമുക്ക് ഇത് വേറെ മറ്റേ മെനു സ്റ്റൈൽ കൂടി ഒന്ന് നോക്കാം. പിന്നെ ഇതാവുമ്പോൾ എല്ലാ ആപ്സിൻ്റെയും അല്ലെങ്കിൽ ഓപ്ഷൻസിൻ്റെയും പേരുകൾ എഴുതി കാണിക്കുന്നതായിരിക്കും. അത്യാവശ്യം നല്ല സ്മൂത്ത് ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വർക്കിംഗ് ഒക്കെ, നല്ല സ്മൂത്താണ്. ഒരു ലാഗോ ഹാങ്ങോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയും ഉണ്ട്. ടച്ച് തന്നെ നല്ല പെട്ടെന്ന് തന്നെ വർക്കാവുന്നുമുണ്ട്.
ഈ വാച്ച് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. ഈ വാച്ച് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ വാച്ചിൻ്റെ വിശേഷങ്ങളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള അൺബോക്സിങ്ങിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള അൺബോക്സിങ്ങും റിവ്യൂസും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.